ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നെവർ. നെവർ എന്നാൽ ഒരിക്കലും ഇല്ല, അറ്റ് നോ ടൈം. ഇത് ഒരു ആഡ്വേർബ് ആണ്. ഇതിൻ്റെ മീനിങ് ഒരിക്കലും ഇല്ല എന്നല്ലേ. അപ്പോൾ ഒരിക്കലും ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് മീനിങ് ആണ്. അതുകൊണ്ട് തന്നെ നോട്ട്, അതുപോലെ നോ, ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ നെവർ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നെവർ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ നോട്ട്, നോ എന്നുള്ള നെഗറ്റീവ് വേർഡ്സിൻ്റെ ആവശ്യവുമില്ല. കാരണം ഡബിൾ നെഗറ്റീവ് വേർഡ്സിൻ്റെ ആവശ്യമില്ലല്ലോ. നോട്ട്, എവർ എന്നീ രണ്ട് വാക്കുകളുടെ കൺട്രാക്ഷൻ അല്ലെങ്കിൽ ഷോർട്ടൻഡ് ഫോം ആയിട്ടാണ് നെവർ ഉപയോഗിക്കുന്നത്. ഇനി നെവർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? എല്ലാ ടെൻസിലും നെവർ ഉപയോഗിക്കാം. എല്ലാ മോഡൽ വേർബ്സിൻ്റെ കൂടെയും നെവർ ഉപയോഗിക്കാം. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം നമുക്ക് ഒരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് നോക്കാം. ഐ ഗോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ പോകാറുണ്ട്, അല്ലേ? ഐ ഗോ, ഞാൻ പോകാറുണ്ട്. അതിനകത്ത് ആ ഒരു സെൻറ്റൻസിൽ നമുക്ക് നെവർ ഒന്ന് വെച്ച് നോക്കാം. ഐ നെവർ ഗോ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ഞാൻ ഒരിക്കലും പോകാറില്ല എന്നായി. ഐ ഗോ, ഞാൻ പോകാറുണ്ട്. ഐ നെവർ ഗോ, ഞാൻ ഒരിക്കലും പോകാറില്ല. ഐ ടീച്ച്, ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഐ നെവർ ടീച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പഠിപ്പിക്കാറില്ല എന്നായി. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് നെവർ ഉപയോഗിക്കുക, പിന്നെ വേർബിൻ്റെ ആ ഒരു ബേസ് ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത്തരം സെൻറ്റൻസസ് നമുക്കുണ്ടാക്കാം. ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് V1 ഫോം ഉപയോഗിച്ചത്. അതല്ലെങ്കിൽ ഐ നെവർ ടീച്ച് എന്നതിന് പകരം ഹി ആയിരുന്നെങ്കിൽ ഹി നെവർ ടീച്ചേഴ്സ്. അപ്പോൾ ബേസ് ഫോമിനോടുകൂടി എസ് ചേർത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഐ, യു, വി, ദേ അങ്ങനെയുള്ള പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ V1 ഫോം തന്നെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ എസ് ചേർത്തിട്ടുള്ള ഫോം ഉപയോഗിക്കണം. ഹി, ഷീ, ഇറ്റ് ഒക്കെ ആണെങ്കിൽ ഹി നെവർ ടീച്ചേഴ്സ്, ഷീ നെവർ കംസ് ഹിയർ, അവൾ ഇവിടെ ഒരിക്കലും വരാറില്ല. ഐ നെവർ ഹെൽപ്പ് ഹിം, ഞാൻ അവനെ ഒരിക്കലും സഹായിക്കാറില്ല. ഷീ നെവർ ടോക്സ് ടു മീ, അവൾ എന്നോട് ഒരിക്കലും സംസാരിക്കാറില്ല. നോക്കൂ, ഒരിക്കലും ഇല്ല എന്ന മീനിങ് ആണ് വരുന്നത്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് കഴിഞ്ഞു. ഇനി പാസ്റ്റ് സിമ്പിൾ ടെൻസ് നോക്കാം. ഐ വെൻറ്റ് ദർ എന്ന് പറഞ്ഞാൽ ഐ കഴിഞ്ഞിട്ട് വെൻറ്റ്, വേർബിൻ്റെ V2 ഫോമാണ് ഉപയോഗിച്ചത്. ഐ വെൻറ്റ് ദർ, ഞാൻ അവിടെ പോയി. വെൻറ്റ്, ഗോ എന്നതിൻ്റെ V2 ഫോമാണ് വെൻറ്റ്. ഇനി നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ നെവർ വയ്ക്കാം. ഐ നെവർ വെൻറ്റ് ദർ എന്ന് പറഞ്ഞാലോ, ഞാൻ അവിടെ ഒരിക്കലും പോയിട്ടില്ല എന്ന മീനിങ് ആണ്. നെഗറ്റീവായി. ഹീ നെവർ ഹെൽപ്ഡ് ഹെർ, ഹീ നെവർ ഹെൽപ്ഡ് ഹെർ, അവൻ ഒരിക്കലും അവളെ സഹായിച്ചിട്ടില്ല. ഹെൽപ്ഡ് അവിടെ V2 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാസ്റ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് അത്. ഇനി ഫ്യൂച്ചർ സിമ്പിൾ നോക്കാം. ഐ വിൽ ഹെൽപ്പ് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ സഹായിക്കും എന്നല്ലേ. ഐ വിൽ നെവർ ഹെൽപ്പ് ഹിം, ഞാൻ ഒരിക്കലും അവനെ സഹായിക്കില്ല. ഹി വിൽ നെവർ ഗോ ദർ, അവൻ ഒരിക്കലും അവിടെ പോകില്ല. ഹി വിൽ നെവർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് മീനിങ് വന്നു. ആ വിൽ എന്ന ഹെൽപ്പിംഗ് വേർബ് കഴിഞ്ഞിട്ടാണ് നെവർ ഉപയോഗിച്ചത്. സബ്ജക്റ്റ് പ്ലസ് ആ ഒരു ഹെൽപ്പിംഗ് വേർബ് വെച്ചു, വിൽ. അത് കഴിഞ്ഞിട്ട് നെവർ. വളരെ ഈസി ആയിട്ട് അത്തരം സെൻറ്റൻസസ് നമുക്ക് ഉണ്ടാക്കാം. ഷി വിൽ നെവർ പ്രാക്ടീസ്, അവൾ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യില്ല. ദേ വിൽ നെവർ ഡാൻസ്, അവർ ഒരിക്കലും ഡാൻസ് ചെയ്യില്ല. ഒരിക്കലും ഇല്ല എന്ന മീനിങ് ആണ് ഇവിടെയൊക്കെ. നെവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ടെൻസിലാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇതുവരെ എന്നുള്ള മീനിങ്ങിൽ നമ്മൾ പറയില്ലേ, ഇതുവരെ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഐ ഹാവ് നെവർ ഡൺ ദാറ്റ്. ഐ ഹാവ് ഡൺ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിട്ടുണ്ട് എന്നല്ലേ. ഐ ഹാവ് ഡൺ, ഡൺ എന്നത് ഒരു വേർബിൻ്റെ V3 ഫോമാണ്. ഐ ഹാവ് ഡൺ ദാറ്റ്, ഞാനത് ചെയ്തിട്ടുണ്ട്. അതേസമയം ഐ ഹാവ് നെവർ ഡൺ ദാറ്റ് എന്ന് പറഞ്ഞാൽ
ഞാൻ ഒരിക്കലും അങ്ങനെ അത് ചെയ്തിട്ടില്ല. ഐ ഹാവ് നെവർ ഡൺ ദാറ്റ്. ഐ ഹാവ് നെവർ ടോക്ക് ടു ഹെർ. ഞാൻ അവളോട് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അവിടെ ഇതുവരെ എന്നുള്ള ഒരു മീനിങ് ആണ് പെർഫെക്റ്റ് ടെൻസിലാവുമ്പോൾ. എപ്പോഴും നോട്ട് എന്ന് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലൊരു എംഫാറ്റിക് വേ, ഒരു കൂടുതൽ സ്ട്രെസ് വരുന്നത് നെവർ ഉപയോഗിക്കുമ്പോഴാണ്. ഐ ഹാവ് നെവർ മെറ്റ് ഹിം. ഞാൻ ഇതുവരെ ഒരിക്കലും അവനെ മീറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഒരിക്കലും ഇല്ല, ഇതുവരെ എന്നുള്ള ഒരു മീനിങ് കൂടി അവിടെ ഉണ്ട്. ഹി ഹാസ് നെവർ കം ഹിയർ. ഹി ഹാസ് നെവർ കം ഹിയർ. അവൻ ഒരിക്കലും ഇവിടെ വന്നിട്ടില്ല. ഹി ഹാസ് കം ഹിയർ എന്നാണെങ്കിൽ അവൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നല്ലേ. ഹി ഹാസ് നെവർ കം ഹിയർ എന്ന് പറഞ്ഞാൽ നെവർ എന്നുള്ളൊരു വാക്ക് ആ സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ അവൻ ഒരിക്കലും ഇവിടെ വന്നിട്ടില്ല എന്ന മീനിങ് ആയി. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ആവാം. ഹി ഹാഡ് നെവർ കം ഹിയർ. അവൻ ഇവിടെ ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നില്ല. ആ സമയം വരെ അത് ഹി ഹാഡ് നെവർ കം ഹിയർ. ഹാഡ് നെവർ കം ഹിയർ. ഹി ഹാഡ് നെവർ കം ഹിയർ. അവൻ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലും, ആ ഒരു സമയം വരെ എന്നുള്ള മീനിങ്ങിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. പാസ്റ്റ് ടെൻസിൽ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാവാം. ഹീ വിൽ ഹാവ് ഗോൺ ദർ. അവൻ അവിടെ പോയിട്ടുണ്ടാവും. അതൊരു ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ഹീ വിൽ നെവർ ഹാവ് ഗോൺ ദർ. ഹീ വിൽ നെവർ ഹാവ് ഗോൺ ദർ. നോക്കൂ, നെവർ ഉപയോഗിച്ചിരിക്കുന്നത് വില്ല് കഴിഞ്ഞിട്ട്, വിൽ എന്ന ഹെൽപ്പിംഗ് വേർബ് കഴിഞ്ഞിട്ടാണ് നെവർ ഉപയോഗിച്ചത്. ഹീ വിൽ നെവർ ഹാവ് ഗോൺ ദർ. ഇനി എല്ലാ മോഡൽ വേർബ്സിൻ്റെ കൂടെയും നെവർ ഉപയോഗിക്കാം. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഐ ക്യാൻ നെവർ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലോ, എനിക്കൊരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. നോക്കൂ, ക്യാൻ എന്ന മോഡൽ വേർബ് കഴിഞ്ഞിട്ട് നെവർ ഉപയോഗിച്ചു. ദേ ക്യാൻ നെവർ ഹെൽപ്പ് യു. അവർക്ക് ഒരിക്കലും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ദേ ക്യാൻ നെവർ. ക്യാൻ കഴിഞ്ഞിട്ട് നെവർ. ഇനി അഡ്വൈസ് ഒക്കെ ആവുമ്പോൾ നമ്മൾ ഷുഡ് എന്ന മോഡൽ വേർബ് ഉപയോഗിക്കാറുണ്ട്. യു ഷുഡ് ഗോ ദർ. നിങ്ങൾ അവിടെ പോകണം എന്നല്ലേ. യു ഷുഡ് നെവർ ഗോ ദർ എന്ന് പറഞ്ഞാലോ, നിങ്ങൾ ഒരിക്കലും അവിടെ പോകരുത് എന്നാണ്. അത് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ നമുക്ക് പറയാം. യു ഷുഡ് നെവർ ടോക്ക് ടു ഹിം. നിങ്ങൾ ഒരിക്കലും അവനോട് സംസാരിക്കരുത്. യു ഷുഡ് നെവർ. ഷുഡ് കഴിഞ്ഞിട്ട് നെവർ ഉപയോഗിച്ചു. ഇങ്ങനെ ഏതൊരു മോഡൽ വേർബ്സിൻ്റെ കൂടെയും കുഡ്, മസ്റ്റ്, ഷുഡ്, ക്യാൻ, കുഡ്, ഇവിടെയൊക്കെ നമുക്ക് നെവർ ഉപയോഗിക്കാം. എപ്പോഴും നമ്മൾ നെവർ ഉപയോഗിച്ച് പറയുന്ന ഒരു പ്രയോഗമാണ് നെവർ മൈൻഡ്. നെവർ മൈൻഡ്. അത് മനസ്സിലേക്ക് എടുക്കേണ്ട, അത് മനസ്സിൽ വയ്ക്കേണ്ട. നെവർ മൈൻഡ്. ലീവ് ഇറ്റ് എന്ന് പറയില്ലേ, അതാണ് നെവർ മൈൻഡ്. നെവർ ട്രസ്റ്റ് ഹിം. അവനെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യരുത്, വിശ്വസിക്കരുത്. അപ്പോൾ ഇത്തരം നെവർ എന്ന ഒരു പ്രയോഗം എപ്പോഴും നമുക്ക് റിട്ടൺ ഇംഗ്ലീഷിലായാലും സ്പോക്കൺ ഇംഗ്ലീഷിലായാലും ഒക്കെ ആവശ്യമുള്ളതാണ്. ഇത് വളരെ കുഞ്ഞ് ഒരു ടോപ്പിക്കാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.